ഹായ് ആൾ, വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 20/7/2024 മുതൽ 26/7/2024 വരെയുള്ള എന്താണ് ഒരാഴ്ചത്തെ എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ആദ്യത്തെ ന്യൂസ്? എന്താണ് മേജർ എക്കോണമിക് കമ്മിറ്റീസ് ആണ് ആദ്യത്തെ ന്യൂസ്. ഇതുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട് ചില ന്യൂസുകൾ വന്ന കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഒന്നല്ല പല പല ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മേജർ എക്കോണമിക് കമ്മിറ്റീസ് എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട മേജർ എക്കോണമിക് കമ്മിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ബാങ്കിങ് സെക്ടറുമായി റിലേറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഏതെന്ന് വിളിക്കുന്നത് നരസിംഹം കമ്മിറ്റി 1 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. 1991 എന്ത് ചെയ്യുന്നത് നരസിംഹം കമ്മിറ്റി 1 വരുന്നത്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷിംഗ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിമൂവൽ ഓഫ് ഡ്യുവൽ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആൻഡ് RBI എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ CRRലും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിലും റിഡക്ഷൻസ് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതായിരുന്നു നരസിംഹം കമ്മിറ്റി ചെയ്ത കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പിന്നെ വരുന്ന രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഏത് RH ഖാൻ കമ്മിറ്റി എന്ന് വിളിക്കുന്ന 1997 ഏത് വരുന്നത് RH ഖാൻ കമ്മിറ്റി എന്ത് ചെയ്യുന്നത് വരുന്നത്. ആൻഡ് RH ഖാൻ കമ്മിറ്റിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണ് കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. പിന്നീട് 1998 നരസിംഹം കമ്മിറ്റി 2 വരുന്നത്. ആൻഡ് നരസിംഹം കമ്മിറ്റി 2 എന്താണ് ചെയ്യുന്നത്, മെർജർ ഓഫ് മേജർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയ പബ്ലിക് സെക്ടർ ബാങ്കുകളെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, മെർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RBIയുടെ റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, റിഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് 3% 2002 കുറയ്ക്കുന്നുണ്ട്. എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ബാങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് വെച്ച് ലോൺ എടുത്തു എന്ന് വയ്ക്കുക. ഇതിന് 90 ദിവസത്തേക്ക് അതിൻ്റെ മുതലോ അല്ലെങ്കിൽ പലിശയോ നിങ്ങൾ റീപേ ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ മുതലോ അല്ലെങ്കിൽ പലിശയോ എന്താണ് റീപേ ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള പേരിൽ എന്താണ് വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. പിന്നെയാണ് 2002 വരുന്നതാണ് ഏത് രഘുറാം രാജൻ കമ്മിറ്റി എന്ന് വിളിക്കുന്ന. അദ്ദേഹം എന്ത് ചെയ്തു, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. എന്താണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും എന്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, ബാങ്കിങ് സെക്ടറിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഓക്കെ, എന്താണ് ആളുകളെ, രാജ്യത്തുള്ള എല്ലാ ആളുകളെയും എന്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, ബാങ്കിങ് സെക്ടറിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്താണ് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ. ഓക്കെ, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ എന്താണ് ഭാഗമാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഏത് PJ നായക് കമ്മിറ്റി 2014 എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് റിഫോമിംഗ് ഗവേണൻസ് സ്ട്രക്ചർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എന്ത് ചെയ്തു ഗവേണിംഗ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വരുന്നത് നാക്ചക് മോർ കമ്മിറ്റിയാണ് 2014 വരുന്നത്. എന്താണ് ഫൈനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്, അതായത് പേയ്മെൻറ്റ് ബാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നില്ലേ, ഫോർ എക്സാമ്പിൾ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. എന്താണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതെന്തല്ല, ഒരു ബാങ്കൊന്നുമല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമുക്ക് ഓൺലൈനായിട്ട് പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ കടകളിൽ പോയിട്ട് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനൊക്കെ ഉള്ളൊരു കൺസെപ്റ്റാണ്. അതായത് എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ബാങ്ക് സെക്ടറിനെ കൂടുതൽ എത്തിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ്സുകളെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു കൺസെപ്റ്റ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് പൂർണ്ണമായിട്ടും എന്തല്ല, ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊന്നും പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ഏത് YH മേൽഘം കമ്മിറ്റി 2013 വരുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ സെക്ടർ ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് മൈക്രോ ഫൈനാൻസ് സെക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇത്രയും കമ്മിറ്റീസാണ് ഏതുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്, ബാങ്കുമായി റിലേറ്റ് ചെയ്ത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ടാക്സ് റിഫോംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ. അതിൽ ആദ്യമൊക്കെയാണ് രാജ ചെല്ലാഹ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്.
1991 ഈ കമ്മിറ്റി വരുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ദ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫോംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ പെട്രോളിയം അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ വാറ്റ് ഉപയോഗിക്കാറുള്ളൂ, ബാക്കിയൊക്കെ GST ആയിരുന്നു. പക്ഷേ വാറ്റ് എന്നുള്ളത് കൊണ്ടുവരുന്ന ആരാണ്, രാജ ചെലിയഹ കമ്മിറ്റിയാണ്. പിന്നെ വരുന്നതാണ് 2002 കേൽക്കർ കമ്മിറ്റി. ഓക്കെ, എന്താണ്, ടാസ്ക് ഫോഴ്സ് ഇൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിനെ കുറിച്ച് പഠിക്കാനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റീസാണ്. അതിൽ ആദ്യം വരുന്നത് SS താരാപൂർ കമ്മിറ്റി 1997 ആണ്. ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. നമ്മുടെ ഉദാഹരണമായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോറിൻ അക്കൗണ്ടുമായിട്ട്, അഥവാ BOP. എന്താണ് BOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല കറണ്ട് അഫയേഴ്സിലും പറഞ്ഞൊരു കൺസെപ്റ്റ് ആണല്ലേ, എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്ടറിൽ വരുന്ന എന്താണ്, അക്കൗണ്ടാണത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ അക്കൗണ്ടാണ് ഏത്, ഈ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ വരുന്നതാണ് ഇത് NK സിംഗ് കമ്മിറ്റി 2016 എന്ത് ചെയ്യുന്നത്, NK സിംഗ് കമ്മിറ്റി വരുന്നത്. NK സിംഗ് കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്, ടു റിവ്യൂ ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ്, FRBM ആക്ട് 2003 വരുന്നുണ്ട്. പിന്നെ വരുന്ന ഉർജിത് പട്ടേൽ കമ്മിറ്റിയാണ് 2014. എന്താണ് ചെയ്യുന്നത്, ഫോം മോണിറ്ററി പോളിസി കമ്മിറ്റി. മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് എന്ത് ചെയ്യുന്നു, തുടക്കം കുറിക്കുന്നുണ്ട് അല്ലേ. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും 6 പേരാണുള്ളത് അറിയാം, 6 മെമ്പേഴ്സാണുള്ളത്. ഇതിൽ 3 പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 3 പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നുമായിരിക്കും. ഓക്കെ, ഇവരാണ് ഇന്ത്യയിൽ ഏതൊക്കെ മോണിറ്ററി പോളിസീസ് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യണം, തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കൺസ്യൂമർ പ്രൈസ് ഇൻഡിസസും ഹോൾസെയിൽ പ്രൈസ് ഇൻഡിസസും എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൻ്റെ മെഷേഴ്സായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ വരുന്ന പോവേർട്ടിയുമായി റിലേറ്റ് ചെയ്ത കമ്മിറ്റിയാണ്. അതിൽ വരുന്നതാണ് അലക് കമ്മിറ്റി. 1979 അലക് കമ്മിറ്റി വരുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റൂറൽ അർബൺ ഏരിയത്തെ പോവേർട്ടിയെ മെഷർ ചെയ്യുന്നുണ്ട്. പിന്നെ 1993 വന്ന ലക്ഡാവാല കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രപ്പോർഷൻ ആൻഡ് നമ്പേഴ്സ് ഓഫ് പൂറിൻ്റെ എസ്റ്റിമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയാണ് 2009 തെണ്ടുൽക്കർ കമ്മിറ്റി വരുന്നത്. അതിൽ അർബൻ പൂറിൻ്റെ ഡെയിലി സ്പെൻഡിങ് 33 രൂപയും റൂറൽ പൂറിൻ്റെ ഡെയിലി സ്പെൻഡിങ് 27 രൂപയുമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2012 വരുന്നതാണ് ഇത് രംഗരാജൻ കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. അവർ അർബൻ പൂർ ആൻഡ് ഡെയിലി സ്പെൻഡിങ് 47 രൂപയും റൂറൽ പൂർ ഡെയിലി സ്പെൻഡിങ് എത്രയാണ്, 32 രൂപയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, മേജർ എക്കോണമിക് കമ്മിറ്റീസ് എന്നുള്ള പേരിൽ എന്താണ് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ. നെക്സ്റ്റ് ന്യൂസ്, വുമൺ റിസർവേഷൻ ആക്ട് 2023 ആണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ 106ാമത്തെ അമെൻമെൻറ്റ് ആക്ടാണ്. എന്താണ് പറയുന്നത്, ദ റീസെൻ്റ്ലി കൺക്ലൂഡഡ് ജനറൽ ഇലക്ഷൻസ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഹാവ് സീൻ എ record 40% of the women representation in the House of Commons, highlighting the significant progress made by other countries enhancing women political participation. ഓക്കെ, അവിടെ 40% എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ഹൗസ് ഓഫ് കോമൺസിൽ, അഥവാ UK നമ്മുടെ ലോക്സഭയ്ക്ക് തുല്യമാണ്. അതാണ് ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2023 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് പാസ്സാക്കുന്ന വുമൺ റിസർവേഷൻ ആക്ട് എന്താണ് പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പേരിലാണ്, നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അതായത് ലോകസഭ, അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി, ഇവിടെ 1/3 സീറ്റുകൾ ആർക്ക് മാറ്റിവെക്കുക, വുമൺസിന് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏത് ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, ഈ ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇതിനു മുമ്പ് 1996, 98, 2009, 2010, 2014 ഈ ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുവെങ്കിൽ പോലും എന്ത് ചെയ്തില്ല, അതൊന്നും പാസ്സായിരുന്നില്ല. 2023 എന്ത് ചെയ്യുന്നത്, ഇത് പാസ്സായതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 1971 വന്ന ഏതാണ്, കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 1987 വന്ന കമ്മിറ്റി അണ്ടർ മാർഗരറ്റ് ആൽവെയാണ്. പിന്നീട് 1996 വന്ന ഗീതാ മുഖർജി കമ്മിറ്റി,
കൂടാതെ 2013 വന്ന കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റീസാണ്. ഇനി ഇത് കൂടാതെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏതാണ്, ആർട്ടിക്കിൾ 330 ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്ന റിസർവേഷൻ ഫോർ വുമൺ ഇൻ ലോക്സഭയാണ്. പിന്നെ വരുന്ന ആർട്ടിക്കിൾ 332 ആണ് പറയുന്നത് എന്താണ്, റിസർവേഷൻ ഫോർ വുമൺ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 239 എന്താണ് പറയുന്നത്, റിസർവേഷൻ ഫോർ വുമൺ ഇൻ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആണ്. ആൻഡ് പിന്നെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 334 ആണ്. എന്താണ്, റിസർവേഷൻ ടു ബിക്കം എഫക്റ്റീവ് ആഫ്റ്റർ ഡീലിമിറ്റേഷൻ ഇൻ ദ അണ്ടർടേക്കൺ ആൻഡ് സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ആണ്. ഇനി ഇതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 15 വർഷത്തേക്കാണ്. പക്ഷെ അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ഡീലിമിറ്റേഷന് ശേഷവുമായിരിക്കും എന്ത് ചെയ്യുക, ഈ റൊട്ടേഷണൽ സീറ്റ് തീരുമാനിക്കുക. റൊട്ടേഷൻ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെ റിസർവേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാവണം എന്നുള്ള എന്ത് ചെയ്യും, ഓരോ തവണ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് റൊട്ടേഷണൽ സീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പൊളിറ്റിക്കൽ അണ്ടർ റെപ്രസെൻറ്റേഷനാണ്. അതായത് എന്താണ്, നിലവിൽ ലോകസഭയിലാകെ 15.2% വുമൻസിനെ മാത്രമേ കാണാൻ പറ്റൂ. രാജ്യസഭയിലാണെങ്കിൽ ആകെ 13% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലൊക്കെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 9% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റൂ. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഫേവറായിട്ട് വരുന്ന വൈറ്റൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ തന്നെ എന്താണ് ബ്രോഡർ റേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ടു ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അതുപോലെ തന്നെ ഹെൽപ്സ് എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ ഇൻ പൊളിറ്റിക്കൽ ആൻഡ് പബ്ലിക് ലൈഫ്. ഇനി അഗെയിൻസ്റ്റ് വരുന്നത് എന്താണ്, ഡീലിമിറ്റേഷൻ 2021 ഏറ്റവും അവസാനമായിട്ട് സെൻസസ് കണ്ടക്ട് ചെയ്യേണ്ടത്, പക്ഷേ കണ്ടക്ട് ചെയ്തിട്ടില്ല, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നോ വുമൺ റിസർവേഷൻ ഇൻ രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളതും ഇതിനെതിരായിട്ട് വരുന്ന എന്താണ് ഒരു വാദമാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ സ്റ്റെപ്സ് ഹെഡ് എന്നാണ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് വുമൺ റിസർവേഷൻ ആക്ടിൽ 2023 നമുക്ക് നോക്കാനുള്ളത്. ഇനി ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസാണ്. എന്താണ് ന്യൂസ് എന്ന് നോക്കാം. എന്താണ്, ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി has proposed the introduction of the new asset class of product category. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി നമുക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് നോക്കാം. സെബി എന്ന് വിളിക്കുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1992 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട്, ശ്രദ്ധിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, മുംബൈയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ റീജിയണൽ ഓഫീസുകൾ എവിടെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദ്, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റീജിയണൽ ഓഫീസുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി സെബിയുടെ എസ്റ്റാബ്ലിഷിന് മുമ്പ് എന്താണ്, കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് റെഗുലേറ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരുന്നു എന്താണ് ഉണ്ടായിരുന്നത്. അത് ഏത് നിയമത്തിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്, ക്യാപിറ്റൽ ഇഷ്യൂസ് കൺട്രോൾ ആക്ട് 1947 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി 1988 സെബി ഫോം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, 92 നിയമപ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന്. 1988 പാർലമെൻറ്റിൽ പാസ്സാക്കിയ എന്താണ് ഒരു ഗവൺമെൻറ് റെസൊല്യൂഷനിലൂടെയാണ് ആര് ഫോം ചെയ്യുന്നത്, സെബി ഫോം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അതിനെ നമ്മൾ അപ്പോൾ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെബി ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. പക്ഷേ 1992 പാസ്സാക്കിയ സെബി ആക്ടിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആർക്ക് കിട്ടുന്നുണ്ട്, സെബിക്ക് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, സെബിയുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. ഇനി സെബിയുടെ ബോർഡിൽ ആരൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർമാനും അതുപോലെ തന്നെ ഫുൾ ടൈം മെമ്പേഴ്സ് അതുപോലെ തന്നെ പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ദ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രൈബ്യൂണൽ സാറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ അഫക്റ്റഡ് ബൈ സെബീസ് ഡിസിഷൻ വിത്ത് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് 2 members. അതുപോലെ തന്നെ എന്താണ്, ഇതിലൊരു സെക്യൂരിറ്റി അപ്പലറ്റ് ട്രൈബ്യൂണലുണ്ട്, സെബിയുടെ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്. അതുപോലെ തന്നെ സാറ്റ് ഹാസ് ദ
അതോറിറ്റി എ സിവിൽ കോർട്ട്, അതായത് ഇതൊരു സിവിൽ കോർട്ടിൻ്റെ അധികാരമുണ്ട്. സിവിൽ കോർട്ടിൻ്റെ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ സ്ഥാപനം എന്തായിരിക്കും, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും. എന്തായിരിക്കും, ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്, ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും. ആൻഡ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഇറ്റ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, അപ്പീൽസ് എന്താണ്, എഗെയിൻസ്റ്റ് ഇറ്റ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് ടു ദ സുപ്രീം കോർട്ട്. ഇനി ഇവരെടുക്കുന്ന ഡിസിഷനെതിരായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരെ സമീപിക്കാൻ പറ്റും, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്താണ്, ഖാരിഫ് ക്രോപ്സ്. എന്താണ് ഖാരിഫ് ക്രോപ്സ് ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ന്യൂസ് നോക്കി നോക്കാം. എന്താണ് ന്യൂസിൽ പറയുന്നത്? According to the data released by the Department of Agriculture and Farmers Welfare in June 2024, the area under paddy cultivation has been reported to be only 2.27 million hectares FHA so far എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ള എന്താണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്. The kharif crops are the crops that are shown in the rainy season, usually beginning in the June with the onset of the southwest monsoon, while the crop marketing season will run from the October 2024 to September 2025 ആണ്. ഇനി എന്താണ് ചില മേജർ ഖാരിഫ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്, പാടി, അതുപോലെ തന്നെ മെയ്സ്, മില്ലറ്റ്സ്, പൾസസ്, ഓയിൽ സീഡ്സ്, കോട്ടൺ, അതുപോലെ തന്നെ ഷുഗർ കെയിനൊക്കെ എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ഖാരിഫ് ക്രോപ്പുകളാണ് എന്നുള്ളതാണ്. ആൻഡ് ഖാരിഫ് ക്രോപ്പ് അക്കൗണ്ട്സ് about 55% of the total food grain production in India. അതായത് ടോട്ടൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ എന്താണ് 55% ഏതാണ് എന്നാണ് പറയുന്നത്, ഖാരിഫ് ക്രോപ്സ് ആണ് എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് ദ യൂണിയൻ ക്യാബിനറ്റ് റീസെൻ്റ്ലി ഗേവ് ഇറ്റ്സ് നോഡ് ടു റൈസ് ദ മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, അതായത് എന്ത് ചെയ്തിരുന്നു, മിനിമം സപ്പോർട്ട് പ്രൈസ്, ഖാരിഫ് ക്രോപ്സിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്തിരുന്നു, അവർ ഉയർത്തിയിരുന്നു ഫോർ പാഡിക്ക് വേണ്ടിയിട്ട്. അതായത് 5.35% നിന്ന് എത്രയാണ് 2300 ഫോർ കോൺട്രിബ്യൂട്ടർ ഫോർ ദ അപ്കമിങ് 2024-25 എന്ത് ചെയ്യുന്നു, ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ക്യാബിനറ്റ് അപ്രൂവ്ഡ് MSP ഹൈക്സ് ഫോർ ഓൾ 14 ഖാരിഫ് സീസൺ ക്രോപ്സ് ഇൻ ദ അലൈൻമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ക്ലിയർ പോളിസി ടു കീപ്പിംഗ് MSP അറ്റ് ലീസ്റ്റ് 1.5 times above the cost of production as calculated by government. അതുപോലെ തന്നെ എന്താണ് ഗവൺമെൻറ് കൊടുക്കുന്ന MSP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ എന്താണ് 1.5 times above ആയിരിക്കും എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, however only for these crop have MSP that will be provided for the margin more than 50% their production cost namely. അതുപോലെ തന്നെ എന്താണ് നിലവിൽ 4 ഖാരിഫ് ക്രോപ്പുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്ന് മോർ ദാൻ 50% എന്ത് കിട്ടുന്നുള്ളൂ, മാർജിൻ കിട്ടുന്നുള്ളൂ. ഉദാഹരണമായിട്ട് ബജ്രയ്ക്ക് കിട്ടുന്ന 77%, അതുപോലെ തന്നെ അഹർദലിന് കിട്ടുന്ന 59%, മെയ്സിന് 54%, ബ്ലാക്ക് ഗ്രമിന് 52% കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇൻ 2024 MSP hike is likely to result in a total financial implication of Rs 2 lakh crore above 35,000 crore higher than previous season എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്, പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ്. എന്താണ് പറയുന്നത്, ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് MOD ഹാസ് റീസെൻ്റ്ലി നോട്ടിഫൈഡ് എ 5th പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ് PIL compressing defense item aimed at boosting self-reliance and minimizing imports and encouraging the domestic defense sector. ഓക്കെ, ഇതാണ് എന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ദ PIL ഈസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റം ദാറ്റ് ക്യാൻ ഓൺലി പർച്ചേസ്ഡ് ബൈ ദ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ഫ്രം ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് സെക്ടർ. അതായത് ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സ് ആയ ഗവൺമെൻറ്റിൽ നിന്നോ പ്രൈവറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്യുന്നവയെ വിളിക്കുന്ന പേരാണ് ഇത് പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ DAP 2020. ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ DAP 2020 പ്രകാരമാണ് ഇത്തരമൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്ന. അത് പ്രധാനമായിട്ട് എന്താണ് മേജർ സിസ്റ്റം, പ്ലാറ്റ്ഫോംസ്, വെപ്പൺ സിസ്റ്റം, സെൻസേഴ്സ്, ഇമ്മ്യൂണിറ്റീസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദ ലിസ്റ്റ് ഇൻക്ലൂഡ് എ diverse range of items crucial for the
ബ്ലോസ്റ്ററിങ് ഇന്ത്യസ് ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് സെൽഫ് റിലയൻസ് ഇൻ ദ ഡിഫൻസ് സെക്ടർ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വന്നാണ് ഇനീഷ്യേറ്റീവ്സ് ഫോർ ദ ട്രൈബൽ എഡ്യൂക്കേഷൻ. എന്താണ്? ദ സെൻട്രലൈസേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ERMS അക്രോസ് ദ കൺട്രി introduced in 2023 budget, which introduced Hindi competency as a mandatory requirement, has resulted in a request for transfers. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഗവൺമെൻറ് ട്രൈബൽ എഡ്യൂക്കേഷന് വേണ്ടി കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്. ഒന്നെന്താണ് രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് സ്കീമാണ്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? RGNF. എന്താണ്? ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ 2005 and 6. 2005 2006 എന്ത് ചെയ്യുന്നത്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു എൻകറേജ് ദ സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു ദ ST community to pursue higher education such as regular and full-time MPhil and PhD degree in science, humanities, social science and engineering technology ആണത്. പിന്നെ വരുന്നതാണ് ഇത് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഇൻ ട്രൈബൽ ഏരിയാസ് ആണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? The aim of this scheme is to develop the skill of ST students, that means scheduled tribe students, depending on their qualification and present market trends ആണ്. പിന്നെ വരുന്ന നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീമാണ്. ഇതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ സെൻട്രൽ സെക്ടർ സ്കീം ടു ഫെസിലിറ്റേറ്റ് ദ ലോ ഇൻകം സ്റ്റുഡൻസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോ ഇൻകം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ബിലോങ്ങിങ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഡീനോട്ടിഫൈഡ് nomadic ആൻഡ് semi-nomadic tribals, landless, agriculture laborers and traditional artisans category to the obtain higher education by studying abroad. ഓക്കെ, അതായത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, അതായത് ഈ വരുമാനം കുറഞ്ഞവർക്ക് എന്ത് ചെയ്യുക, എബ്രോഡ് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നാണ് ഇത് നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ഇനിഷ്യേറ്റീവ് ഫോർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രൈബൽ സ്കൂൾസ് ആണ്. ഇതെന്താണ് പറയുന്നത്? This initiative aims to build an inclusive, skill-based economy by providing artificial intelligence curriculum training, teachers and mentoring students on the AI-based project for social good, sustainable development എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്കീമിൻ്റെ എന്താണ് ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ലക്ഷ്യങ്ങളാണ് എന്താണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഏതുമായി ബന്ധപ്പെട്ട് വന്ന സ്കീമുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രധാനമായിട്ടും ഏതുമായാണ് ബന്ധപ്പെട്ട് വരുന്നത്? ഇനീഷ്യേറ്റീവ്സ് ഫോർ ട്രൈബൽ എഡ്യൂക്കേഷനുമായി എന്താണ് ബന്ധപ്പെട്ട് വരുന്നതായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ 10% അഗ്നിവീർ കോട്ട ഇൻ ഹരിയാന. എന്താണ് ഇത് ന്യൂസായി വരാനുള്ള ഒരു കാരണം? എന്താണ്? റീസെൻ്റ്ലി ദ കർണാടക ഗവൺമെൻറ് ഹാസ് പുട്ട് ഓൺ ഹോൾഡ് ദ Karnataka State Employment Local Candidates in the Industries, Factories and Other Establishments Bill 2024, mandating reservation for locals in private sector after a huge backlash from the industry. ഓക്കെ, ഇതാണ് എന്താണ് ഇത് ന്യൂസായിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിലവിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. 10% റിസർവേഷൻ ഇൻ കോൺസ്റ്റബിൾ, മൈനിങ് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്, ജയിൽ വാർഡൻ ആൻഡ് SPO റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, അവിടെ 10% ആണ്. അതുപോലെ തന്നെ എന്താണ് ഏജ് റിലാക്സേഷൻ ഫോർ ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C പോസ്റ്റിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 5% റിസർവേഷൻ ഇൻ ഗ്രൂപ്പ് C ആൻഡ് 1% ഇൻ ഗ്രൂപ്പ് B ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സബ്സിഡീസ് ഫോർ പ്രൈവറ്റ് ഫേംസ് ഹയറിംഗ് അഗ്നിവേഴ്സ് ഉണ്ട്. ലോൺ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഫോർ ബിസിനസ് സ്റ്റാർട്ടപ്പുകളുണ്ട്. പ്രിയോറിറ്റി ഇൻ ആംസ് ലൈസൻസ് ആൻഡ് ഗവൺമെൻറ് ജോബ്സ് ഫോർ അഗ്നിവേഴ്സ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? അസ്മിതയാണ്. എന്താണ് അസ്മിത ന്യൂസായി വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ പ്രൊജക്ട് അസ്മിത. എന്താണ് അസ്മിത? അഗ്യുമെൻറ്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് ത്രൂ ദ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ടു പ്രൊഡ്യൂസ് 2022 ബുക്സ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ ദ നെക്സ്റ്റ് 5 years. ഓക്കെ, ഇതാണ് ഇത് ന്യൂസായിട്ട് വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രൊജക്റ്റ് ആരാണ് ലോഞ്ച് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് കൊളാബറേറ്റ്ലി എഫേർട്ട് ഓഫ് ദ UGC ആൻഡ് ദ ഭാരതീയ ഭാഷാ സമിതി ടു പ്രൊമോട്ട്
ഇന്ത്യൻ ലാംഗ്വേജ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് ദ UGC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1953. 1953 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്ന ബിക്കം എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഇൻ 1956. 1956 എന്ത് ചെയ്യുന്നത്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ എന്താണ്? ഭാരതീയ ഭാഷാ സമിതി ഈസ് എ ഹൈ പവേർഡ് കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2021. അതുപോലെ തന്നെ എന്താണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2021 കൊണ്ടുവന്ന എന്താണ്? ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയാണ് ഏതെന്ന് വിളിക്കുന്നത്? ഭാരതീയ ഭാഷാ സമിതി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്ന 13 നോഡൽ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? വേരിയസ് റീജിയൻസിൽ എന്താണ് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? And the UGC has created standard operating procedure SOP, the book writing process in each assigned language. അതുപോലെ തന്നെ ഏതൊരു ഭാഷയിലും ബുക്ക് എഴുതുമ്പോൾ അതിനെന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആരുണ്ടാക്കിയിട്ടുണ്ട്? UGC ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദ പ്രൊജക്ട് എയിംസ് ടു പ്രൊഡ്യൂസ് 1000 books in 22 languages within 5 years. അതായത് എന്താണ്? 1000 ബുക്കുകൾ 25 ലാംഗ്വേജിൽ എന്താണ് 5 വർഷം കൊണ്ട് ഇറക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. അതായത് ഏകദേശം 5 വർഷം കൊണ്ട് എന്താണ് 22,000 ബുക്സ് എന്ത് ചെയ്യും? ഭാരതീയ ഭാഷാ സമിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭാരതീയ ഭാഷയിൽ ഉണ്ടാക്കും. ദ കമ്മീഷൻ എയിംസ് ടു പ്രൊഡ്യൂസ് 1800 ടെക്സ്റ്റ് ബുക്ക് കവറിംഗ് ആർട്ട്, സയൻസ് ആൻഡ് കൊമേഴ്സ് സ്ട്രീംസ് ബൈ ജൂൺ 2025. അതുപോലെ തന്നെ ഏകദേശം 1800 ബുക്കുകൾ എന്താണ് 2025 ആകുമ്പോഴേക്കും ആർട്സ്, സയൻസ്, കൊമേഴ്സ് സ്ട്രീമുകളിൽ കൊണ്ടുവരുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ സ്കീമിൻ്റെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. ബോർഡർ പോലീസ് ഓഫ് ആസാം എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ ആസാം ഗവൺമെൻറ് ഹാസ് ആസ്ക്ഡ് ദ ബോർഡർ വിന്നിംഗ് ഓഫ് ദ സ്റ്റേറ്റ്സ് പോലീസ് not to forward case of non-Muslim who entered India illegally before 2024 to the Foreigners Tribunal. ഓക്കെ, ഇതാണിത് ന്യൂസായിട്ട് എന്താണ് വരാനുള്ളൊരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് റോൾ ഓഫ് ദി ബോർഡർ പോലീസ് ഓഫ് ആസാം? അതായത് ആസാം ബോർഡർ പോലീസിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ ആസാം ബോർഡർ പോലീസ് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പാർട്ട് ഓഫ് സ്റ്റേറ്റ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ 1962. അതായത് 1962 നിയമപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് പോലീസിൻ്റെ വിങ് ആയിട്ട് ആര് വരുന്നത്? ഈ ബോർഡർ പോലീസ് വരുന്നത്. ഏത് നിയമപ്രകാരം അല്ലെങ്കിൽ ഏത് പ്രിവെൻഷൻ പ്രകാരം? ഇൻഫിൽട്രേഷൻ ഓഫ് പാകിസ്ഥാനി PIP സ്കീം പ്രകാരം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? 1974 എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് വിങ് ആർ ടാസ്ക്ഡ് വിത്ത് ദ ഡിറ്റക്റ്റിംഗ് ആൻഡ് ഡീ റിപ്പോർട്ടിംഗ് ഇല്ലീഗൽ ഫോറിനേഴ്സ്. അതായത് എന്ത് ചെയ്യുക? ഇല്ലീഗലായിട്ട് വരുന്ന ഫോറിനേഴ്സിനെ എന്ത് ചെയ്യുക? ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യ ചുമതലയാണ് ഇതിൻ്റെ ചുമതലയാണ്. ആൻഡ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ വിത്ത് ദ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്ത്യ മലേഷ്യ അഗ്രികൾച്ചർ ടൈസ് ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് ഇതൊരു ന്യൂസായി വരാനുള്ള കാരണം? റീസെൻ്റ്ലി ഇന്ത്യ ആൻഡ് മലേഷ്യ ഹാവ് ഡിസൈഡഡ് ടു ഡീപ്പൻ ദയർ ബൈലാറ്ററൽ കോർപ്പറേഷൻ ഇൻ അഗ്രികൾച്ചർ with a particular emphasis on oil palm cultivation and the integration of digital technology. ഇതാണ് ഇത് ന്യൂസായി വരുന്നതിനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയാസ് ഓഫ് കോർപ്പറേഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡിസ്കസ്ഡ് കൊളാബറേഷൻ ടു അഡ്വാൻസ് ദി നാഷണൽ മിഷൻ എഡിബിൾ ഓയിൽ പ്ലാം NMEOOP ആണ്. ആൻഡ് അഡ്രസ്ഡ് മാർക്കറ്റ് ആക്സസ് ഇഷ്യൂസ് ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ 2025 2026 ആകുമ്പോഴേക്ക് എന്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എത്രയിലേക്ക് മാറ്റുക? 11.20 ലാക്ക് ടണ്ണിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 15 സ്റ്റേറ്റുകളിൽ ഏകദേശം എന്താണ് 21.75 ലക്ഷം ഹെക്ടേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഓയിൽ പ്ലാം മിഷൻ എയിംസ് ടു പ്രൊമോട്ട് ഓയിൽ പ്ലാം ഇൻ ന്യൂ ഏരിയാസ് ബൈ പ്രൊവൈഡിംഗ് support farmers including plantation material, buyback assurance and protection from global price volatility through viability gap payments എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയാണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡിന് വന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്ന നിയമമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഭാരതീയ ന്യായ സംഹിത എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് ന്യൂസ് വന്നിട്ടുള്ളത് നോക്കാം. എന്താണ് ന്യൂസ് വന്നിട്ടുള്ളത്? ദ ഗവൺമെൻറ് ഓഫ് മധ്യപ്രദേശ് അനൗൺസ്ഡ് ദാറ്റ് ദ സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ CBI would now require written consent from the state government to initiate any enquiry against the state officials. ഓക്കെ, ഇതാണ് ഇവിടെ എന്തായിട്ട് വരാൻ കാരണം? ന്യൂസ് ആയിട്ട് എന്താണ് വരാൻ കാരണം? നമുക്ക് നോക്കാം. എന്താണ് ഭാരതീയ ന്യായ സംഹിത BNS 2023 എന്ന് വിളിക്കുന്നത്? ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പുതിയ ഒഫൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് പ്രോമിസ് ടു മാരി ആണ്, അതായത് ക്രിമിനലൈസിങ് ഡീസെൻറ്റ്ഫുൾ പ്രോമിസസ് ടു മാരി. അതുപോലെ തന്നെ മോബ് ലോഞ്ചിങ് എന്താണ്? കോഡിഫൈ ഒഫൻസസ് ലിങ്ക്ഡ് ടു മോബ് ലോഞ്ചിങ് ആൻഡ് ഹേറ്റ് ക്രൈം മേഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓർഡിനറി ക്രിമിനൽ ലോ നൗ കവേഴ്സ് ഓർഗനൈസ്ഡ് ക്രൈം ടെററിസം ഇൻക്ലൂഡിങ് എ ബോർഡർ സ്കോപ്പ് ടെററിസ്റ്റ് ഫൈൻഡ് ഇൻ BNS കമ്പയർഡ് ടു UAP ആണ്. ആൻഡ് അറ്റംപ്റ്റ് ടു സൂയിസൈഡ് എന്താണ്? ക്രിമിനലൈസേഷൻ ടു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് വിത്ത് ദ ഇൻറ്റൻറ്റ് ടു കമ്പൽ എ റെസ്ട്രെയിൻ എനി പബ്ലിക് സർവൻറ്റ് ഫ്രം ഡിസ്ചാർജിങ് ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ആഡഡ് ആസ് ദ പോസിബിൾ ഫോം ഓഫ് പണിഷ്മെൻ്റ് ആയിട്ടും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഡിലീറ്റേഷൻ ഏതൊക്കെയാണ് വന്നിട്ടുണ്ട്? അൺനാച്ചുറൽ സെക്ഷൽ ഒഫൻസസ് സെക്ഷൻ 377 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് വിച്ച് criminalized homosexuality among the other unnatural sexual activities replaced completely ആണ്. അതുപോലെ തന്നെ അഡൾട്ടറി ഒഫൻസ് ഓഫ് അഡൾട്ടറി ഒമിറ്റഡ് ഇൻ ദ കൺഷ്യൻസ് ഓഫ് അപ്പെക്സ് കോർട്ട് ജഡ്ജ്മെൻ്റ് ആണ്. തക്സ് സെക്ഷൻ 130 ഓഫ് IPC ഫുള്ളി ഒമിറ്റഡ്. ആൻഡ് ജെൻഡർ ന്യൂട്രാലിറ്റി സം ലോസ് ഡീലിംഗ് വിത്ത് ദ ചിൽഡ്രൻ മോഡിഫൈഡ് ബ്രിങ് ജെൻഡർ ന്യൂട്രാലിറ്റി ആണ്. ഇനി ഇതിൽ അതർ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫേക്ക് ന്യൂസ് ക്രിമിനലൈസേഷൻ ഓഫ് പബ്ലിഷിംഗ് ഓഫ് ഫാൾസ് ആൻഡ് മിസ്ലീഡിംഗ് ഇൻഫോർമേഷൻ ഇതിൽ പുതിയ ക്രൈം ഉണ്ട്. അതുപോലെ തന്നെ സെഡേഷൻ ഇൻട്രൊഡക്ഷൻ അണ്ടർ ദ ന്യൂ നെയിം ദശരോഹ് വിത്ത് ദ ഗൈഡർ ഡെഫിനിഷൻ, അതായത് നമുക്കറിയാം ലോ ഓഫ് സെഡേഷൻ ഈ രാജ്യദ്രോഹ കുറ്റമായിരുന്നു, അതിനെ പുതിയ പേരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻഡേറ്ററി മിനിമം സെൻറ്റൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇൻ സെവറൽ പ്രൊവിഷൻസ് മാൻഡേറ്ററി മിനിമം സെൻറ്റൻസ് പ്രിസ്ക്രൈബ്ഡ് വിച്ച് മേ ബി ലിമിറ്റ്സ് കോസ് ഫോർ ജുഡീഷ്യൽ ഡിക്രീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി എന്താണ്? ക്യാരി എ ഗാർഡഡ് ഫൈൻ കറസ്പോണ്ടിങ് ടു ദ എമൗണ്ട് ഓഫ് ഡാമേജസ് കോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഡെത്ത് ബൈ നെഗ്ലിജൻസ് കൊണ്ടുവന്നിട്ട് എന്താണ്? എലവേറ്റ് പനിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ഫ്രം 2 to 5 years കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിന് എന്താണ്? 2 years ഇംപ്രിസൺമെൻ്റ് ആണ്. ഓക്കെ, ഈ ഇഷ്യൂസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നോക്കാനുള്ളത്? ഭാരതീയ ന്യായ സംഹിത BNSൽ നോക്കാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IPC 8060 പകരമാണ് എന്ത് വരുന്നത്? ഭാരതീയ ന്യായ സംഹിത BNS വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യസ് നാഷണൽ ഫ്ലാഗ് ഡേ commemorates the adoption of the Indian national flag on 22nd July 1947. The Constituent Assembly a few days before the country attained independence from the British on 15th August 1947. ഇതാണ് ഇത് ന്യൂസായിട്ട് വരാനുള്ള കാരണം. ഇതിൽ നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും വന്ന നാഷണൽ ഫ്ലാഗുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ ഫ്ലാഗ് 1906 വരുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു അൺഒഫീഷ്യൽ ഫ്ലാഗ് ആയിരുന്നു. പിന്നെ 1907 വരുന്നതാണ് ഈ വന്ദേ മാതരം എന്ന് എഴുതിയ ഫ്ലാഗ്. ഇതെന്താണ്? ദ ബെർലിയൻ കമ്മിറ്റി ഫ്ലാഗ് ആണ്. ഫസ്റ്റ് റൈസ്ഡ് എന്താണ്? ബിക്കാജി ഗാമയാണ് 1907 കൊണ്ടുവരുന്നത്. പിന്നെ 1917 വരുന്ന എന്താണ്? ദ ഫ്ലാഗ് യൂസ്ഡ് ഡ്യൂറിങ് ദ ഹോം റൂൾ മൂവ്മെൻറ്റ് ഉപയോഗിച്ചാണ് 1917. പിന്നെ 1921 വരുന്ന എന്താണ്? ഈ ഫ്ലാഗ് അൺഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തതാണ്. 1931 ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന 5ാമത്തെ ഫ്ലാഗ് ഓക്കെ ബാറ്റിൽ എൻഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ആൻഡ് 1947 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലാഗാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് പോസ്റ്റാണ് ഇത് ഗവർണർ. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ agreed to examine the questions of the immunity to the governor from any kind of criminal prosecution granted under Article 361 of the Constitution. ഓക്കെ, ഇതെന്താണ് ന്യൂസായി വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഗവർണറുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം.
അതുപോലെ തന്നെ എന്താണ് 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഒരിക്കലും ലോകസഭയിലോ രാജ്യസഭയിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ അംഗമാവരുത്. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ ഭാഗമായത്, അതായത് മറ്റ് ഗവൺമെൻറ് ജോലിയുള്ള ആളാവരുത്. ഇനി ഇദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 6 പറയുന്നത്. ആർട്ടിക്കിൾ 153 പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1956 പ്രകാരം എന്താണ്, ഒരു ഗവർണർ എന്ന് പറയുന്ന 2 അതിലധികമോ സംസ്ഥാനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാവാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റാണ്. മാക്സിമം എന്താണ് 5 ഇയേഴ്സ് വരെയൊക്കെയാണ് പോകാറുള്ളത്. ഇനി പവേഴ്സ് പറയുന്ന പാർട്ട് 6 ആർട്ടിക്കിൾ 161 എന്താണ് പറയുന്നത്, ഗവർണറുടെ പാർഡണിങ് പവേഴ്സ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 164 എന്താണ് പറയുന്നത്, പവർ ടു അപ്പോയിൻറ്റ് ദ CM ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 176 എന്താണ് പറയുന്നത്, സ്പെഷ്യൽ അഡ്രസ് ബൈ ഗവർണർ ആണ്. ആൻഡ് ആർട്ടിക്കിൾ 200 എന്താണ് പറയുന്നത്, പവർ ടു വിത്ത് ഹോൾഡ് അസെൻറ്റ് റിസർവ് എ ബിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ആൻഡ് ആർട്ടിക്കിൾ 213 പറയുന്നത് പവർ ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് ആണ് പറയുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഡ്യുവൽ കപ്പാസിറ്റി എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ആണ് എന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, ഗവർണറുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ 5 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി പെട്ടെന്ന് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമൊക്കെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഡിസ്മിസ് ചെയ്യാൻ പറ്റും. പക്ഷേ വാലിഡ് റീസൺ കൂടാതെ എന്ത് ചെയ്യരുത്, ഡിസ്മിസ് ചെയ്യാൻ അവകാശമില്ല. അതുപോലെ തന്നെ എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം. അതുപോലെ തന്നെ ഗവർണർക്ക് വേണമെങ്കിൽ റെസൈൻ ചെയ്യാം. ഇനി എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീഫ് മിനിസ്റ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക, അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റിനെ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് ഡിസ്ട്രിക്റ്റിലേക്ക് എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഹൈക്കോർട്ടിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ അല്ല, അത് പക്ഷേ പ്രസിഡൻ്റാണ്. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആരുടെ സമ്മതം ചോദിക്കാറുണ്ട്, ഗവർണറുടെ സമ്മതം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ വൈസ് ചാൻസലേഴ്സ് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് കൂടിയാണ് ആര് എന്ന് വിളിക്കുന്നത്, ഗവർണർ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ന്യൂസാണ് എന്ത്, നാച്ചുറൽ ഫാമിംഗ്. എന്താണ് പറയുന്നത്, റീസെൻ്റ്ലി ദ റീജിയണൽ കൺസൾട്ടേഷൻ പ്രോഗ്രാം ഓൺ ദ സയൻസ് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് emphasize the importance of natural farming as the sustainable agriculture practices ആണ്. ഓക്കെ, എന്താണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്, എന്താണ്, ദ നാച്ചുറൽ ഫാമിംഗ് ഈസ് ആൻ അഗ്രികൾച്ചർ പ്രാക്ടീസ് ദാറ്റ് എംഫസിസ് മിനിമൽ ഇൻ്റർവെൻഷൻ ആൻഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് ആണ്. ആൻഡ് ഇറ്റ് സീക്സ് ടു എൻഹാൻസ് സോയിൽ ഹെൽത്ത്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ബാലൻസ് വിത്തൗട്ട് റിലേറ്റിംഗ് സിസ്റ്റമാറ്റിക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഹെർബിസൈഡ്സ്. ഇത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ജൈവവളം കൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ഫാം ബയോമാസ് റീസൈക്ലിംഗ് വിത്ത് ദ മേജർ സ്ട്രെസ്സസ് ഓൺ ബയോമാസ് mulching and use of on-farm cow dung urine formulations, maintaining soil erosion and exclusion of synthetic കെമിക്കൽസ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് ഡിസ്കറേജ് എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ ടു പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. 2 എന്താണ്, ബിൽഡ്സ് ഹെൽത്തി ഓയിൽസ് ആണ്. 3 എന്താണ്, ഹെൽപ്സ് കോമ്പാറ്റ് ഇറോഷൻ ആണ്. 4 എന്താണ്, ഫൈറ്റ്സ് ദ എഫക്റ്റ് ഓഫ് ദ ഗ്ലോബൽ വാർമിംഗ് ആണ്. 5 എന്താണ്, സപ്പോർട്ട്സ് വാട്ടർ കൺസർവേഷൻ ആൻഡ് വാട്ടർ ഹെൽത്ത് ആണ്. 6 എന്താണ്, ഡിസ്കറേജ് ആൽഗെ ബ്ലൂംസ്. 7 എന്താണ്, സപ്പോർട്ട് എനിമൽസ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആണ്. ആൻഡ് 8 എന്താണ്, എൻകറേജ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ടാണ്. എന്താണ് പറയുന്നത്, റീസെൻ്റ്ലി ദ ജഡ്ജസ് എം കോട്ടീശ്വർ സിംഗ് ആൻഡ് ജസ്റ്റിസ് ആർ മഹാദേവൻ വർ അപ്പോയിൻറ്റഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇവരെ അപ്പോയിൻറ്റ് ഇതാണ് ന്യൂസായിട്ട് വരാനുള്ളൊരു കാരണം. ഇനി സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ 33 പ്യൂണി ജഡ്ജസും അഥവാ സീനിയർ മോസ്റ്റ് ജഡ്ജസും അടക്കം 34 പേരെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി സുപ്രീം കോടതിയുടെ കൊളീജിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് വേണ്ട ആളുകളെ അവർ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറയുന്നത്. ആ കൊളീജിയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പ്രകാരം ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് based on the advice of the Prime Minister and consultation with the Chief Justice and other senior judges ആണ്. പക്ഷേ എന്താണ്, ഇതിന് മിനിമം ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ എന്താണ്, 65 ഇവരുടെ മാക്സിമം എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇവരുടെ സാലറീസ് അല്ലെങ്കിൽ അലവൻസ് അല്ലെങ്കിൽ പ്രിവിലേജസ്, ലീവ്, പെൻഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പാർലമെൻറ്റാണ്. ഇത് പൂർണ്ണമായിട്ടും ഏത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ഇത്തരം ശമ്പളം, ഗ്രാൻറ്റുകൾ, ബത്തുകളൊക്കെ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്, എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ് എന്താണ് അടുത്ത കറണ്ട് അഫെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതെന്താണ് ന്യൂസ് വന്നിരിക്കുന്നത്? ഇൻ ദ റീസെൻ്റ്ലി അനൗൺസ്ഡ് യൂണിയൻ ബഡ്ജറ്റ് 2024-25, the Ministry of External Affairs has outlined its development assistance plans focusing on strategic partners and neighboring countries ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിലെന്താണ് പ്രധാനമായിട്ടും നമുക്ക് എന്താണ് നോക്കാനുള്ളത്. ഒന്ന് എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് നെയ്ബർഹുഡ് ആണ്. എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് നെയ്ബർഹുഡ്? ഫസ്റ്റ് പോളിസി കെയിം ഇൻ ടു ബീയിങ് 2008. 2008 എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി ഗൈഡ്സ് ഇറ്റ്സ് അപ്രോച്ച് ടുവേർഡ്സ് ദ management of relations with the countries in its immediate neighborhood, that is Afghanistan, Bangladesh, Bhutan, Maldives, Myanmar, Nepal, Pakistan and Sri Lanka. ഓക്കെ, നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ്സിൽ ആരൊക്കെയാണ് വരുന്നത്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബംഗ്ലാദേശ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഭൂട്ടാൻ, അതുപോലെ തന്നെ എന്താണ് മാൽഡിവ്സ്, അതുപോലെ തന്നെ എന്താണ് മ്യാൻമാർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ആൻഡ് ദ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി inter alia, it's aimed at enhancing physical, digital and people-to-people connectivity across the region as well as augmenting trade and commerce. And this policy has evolved into an institutional priority for all the relevant arms of the government managing relations and policies with our neighborhood. And India's approach to engaging with its neighboring countries is characterized by consultation, non-receptionary and a focus on achieving the tangible outcome. This approach priorities enhancing connectivity, infrastructure, development cooperation, security and fostering greater people-to-people contracts ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, 2 ആക്ട് ഈസ്റ്റ് ഈസിയ പോളിസി, 3 സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ദ റീജിയൻ, ആൻഡ് 4 എന്താണ് പ്രൊജക്ട് ഔസം ആൻഡ് ബിംസ്റ്റിക് ആൻഡ് സാർക്ക് റിജുവേഷൻ ആൻഡ് ഗുജറാത്ത് ഡോക്ടറിനൊക്കെയാണ് എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് പ്രധാൻ മന്ത്രി മുദ്ര യോജന. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 2024-25 there have been several changes related to the angel tax, equalization, levy on e-commerce, application of capital gains and securities transaction tax and several new initiatives related to MSME sector. ഇതാണിത് ന്യൂസിൽ വരാനെന്നുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് വിളിക്കുന്നത്? 2015 എന്ത് ചെയ്യുന്നത്? ഇത് ലോഞ്ച് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? പ്രൊവൈഡ്സ് കൊളാക്ട്രൽ ഫ്രീ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസ് അപ് ടു 10 lakhs ഫോർ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ് ആണ്. എന്താണ് കൊളാക്ട്രൽ ഇല്ലാതെ 10 ലക്ഷം രൂപ എന്ത് ചെയ്യും? ലോൺ കൊടുക്കും. ഫണ്ടഡ് ഈസ് പ്രൊവൈഡഡ് ബൈ മെമ്പർ ഓഫ് ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ MLIs, എക്സാമ്പിൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇതിൽ തന്നെ 3 ടൈപ്പ് ലോൺ ഉണ്ട്. ഏകദേശം എന്താണ് ശിശു എന്ന് പറയുന്നത് എന്താണ് ഏകദേശം എത്ര 50,000 രൂപ വരെയാണ്. ആൻഡ് കിഷോർ എന്ന് വിളിക്കുന്ന 50,000 രൂപ മുതൽ 5 ലക്ഷം വരെയാണ്. തരുൺ എന്ന് വിളിക്കുന്ന ഏകദേശം എന്താണ് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ലോൺ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് ഇത് നിപ്പ വൈറസ്. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി എ 14-year-old ബോയ് ഫ്രം കേരള ഡൈഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ് പോസിറ്റീവ് ഫോർ ദ നിപ്പ വൈറസ്. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത്? എന്താണ് ഒരു സൊണോട്ടിക് വൈറസ് ആണ്, അതായത് ട്രാൻസ്മിറ്റഡ് ഫ്രം എനിമൽസ് ടു ഹ്യൂമൻസ് ആണിത്. അതുപോലെ തന്നെ ആൻഡ് ക്യാൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ ഡയറക്ട്ലി ബിറ്റ്വീൻ പീപ്പിൾ. ഒന്ന് കണ്ടാമിനേറ്റഡ് ഫുഡ് ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത് ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ നാച്ചുറൽ എന്താണ്? ദ ഓർഗനിസം ദാറ്റ് കോസ് നിപ്പ വൈറസ് എൻസെഫലൈറ്റിസ് ഈസ് ആൻ RNA or ribonucleic acid virus family
പരമോട്ടാണ് ആൻഡ് genuine ഹിരിപ്പ വൈറസ് ആൻഡ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹേന്ദ്ര വൈറസ് ആണ്. ഇതിൻ്റെ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NIV ഇനിഷ്യലി അപ്രിയഡ് ദ ഡൊമസ്റ്റിക് പിഗ്സ്, ഡോഗ്സ്, കാറ്റ്, ഗോഡ്സ്, ഹോഴ്സ് ആൻഡ് ഷീപ്പ് ആണ് ആൻഡ് ഇറ്റ് സ്പ്രെഡ് ത്രൂ ദ ഫ്രൂട്ട് ബാറ്റ്സ്, ജെനുവിൻ പിട്രോപ്സ്. ദ വൈറസ് ഈസ് ഫൗണ്ട് ഇൻ ദ ബാറ്റ് യൂറിൻ, ഫേസസ്, സാൽവിയ ആൻഡ് ബ്രീത്തിങ് ഫ്ലൂയിഡ്സ് ആണ്. ആൻഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നതാണ് ദ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് റേഞ്ചസ് ഫ്രം ദ 40% ടു 75% ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കോസസ് എൻഷബറ്റിക് സിൻഡ്രോം ഇൻ ഹ്യൂമൻസ് പ്രസൻറ്റിംഗ് വിത്ത് ഫീവർ, ഹെഡേക്ക്, ഡ്രോയിങ് ഡിസീസസ്, ഡിസോഷൻ ആൻഡ് മെൻ്റൽ കൺഫ്യൂഷൻ, കോമ ആൻഡ് പൊട്ടൻഷ്യലി ഡെത്ത് ആണ്. ഡയഗ്നോസ് എന്താണ്? ഡയഗ്നോസിസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദ റിയൽ ടൈം polymers chain reaction RT-PCR from the body fluids and the antibody detection via enzyme linked immunobend assay ആണ്. ആൻഡ് പ്രിവെൻഷൻ എന്താണ്? നോ വാക്സിൻസ് അവൈലബിൾ ഫോർ ദ ഹ്യൂമൻസ് ഓർ അനിമൽസ് ആണ്. WHO റെസ്പോൺസ് എന്താണ്? ഇറ്റ് ഹാസ് ഐഡൻറ്റിഫൈഡ് നിപ്പ ആസ് ദ പ്രയോറിറ്റി ഡിസീസായിട്ടാണ് ഇത് ഇന്ന് കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ന്യൂസാണ് ഇത്. മേരാ ഗോൺ മേരി ദർബോൺ MGMD എന്താണ്? റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇനീഷ്യേറ്റഡ് ദ പ്രൊജക്ട് പാരി പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി 46th സെക്ഷൻ ഓഫ് ദി വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ് ഇൻ ന്യൂഡൽഹി. ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ എന്താണ് വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്കിതിൽ പ്രധാനമായിട്ടും എന്താണ് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എന്താണ് പറയുന്നത്? മേരാ ഗോൺ മേരി ദർബോൺ MGMD എന്താണ്? ഇറ്റ് ഈസ് ദ നാഷണൽ മിഷൻ ഓൺ കൾച്ചറൽ മാപ്പിംഗ് ആണ്. എന്ത്? NMCM എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് കോർഡിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതും ആരുടെ നേതൃത്വത്തിലാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സിൻ്റെ നേതൃത്വത്തിലാണ്. ആൻഡ് ഇറ്റ് കമ്പൈൽസ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഇന്ത്യൻ വില്ലേജ് കവറിംഗ് ആസ്പെക്ട് ഓഫ് ലൈഫ്, ഹിസ്റ്ററി ആൻഡ് ഇത്തോസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ ആൻഡ് കാറ്റഗറൈസിങ് ടു 7 ഏരിയാസ് ആണ്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. 2 ഏതാണ്? ഇക്കോളജി. 3 ഏതാണ്? സ്കോളസ്റ്റിക് ട്രഡീഷൻ, എപ്പിക്സ്. 4 ഏതാണ്? ലോക്കൽ ആൻഡ് നാഷണൽ ഹിസ്റ്ററി. 5 ഏതാണ്? ആർക്കിടെക്ചറൽ ഹെറിറ്റേജ്. 6 ഏതാണ്? യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്താണ്? അമരാവതി ആസ് ദ ബുദ്ധിസ്റ്റ് സൈറ്റ്. എന്താണ്? റീസെൻ്റ്ലി ദ ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ്ഡ് ₹15,000 crore in financial support for the Andhra Pradesh to build its capital city Amaravati and boost other development activities of the state. ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഇനി മേരാ ഗോൺ മേരി ദർഗോണിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതും വരുന്നതായിട്ട് കാണാൻ പറ്റിയത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതെന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അമരാവതി ആൻഡ് മുത്ര ആൻഡ് ഗന്ധാര സ്കൂൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടായി. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ PDF കൊടുത്തിട്ടുണ്ടായി. ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് ഓൾറെഡി പഠിക്കുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി? വെച്ചാൽ മതി. ഇനി ഹുമയൂൺസ് ടോംബാണ് അടുത്ത ന്യൂസ്. എന്താണ്? ദ ഹുമയൂൺസ് ടോംബ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മ്യൂസിയം ഈസ് സെറ്റ് ടു ഓപ്പൺ ഫോർ ദ വിസിറ്റേഴ്സ് നെസ്റ്റഡ് ബിറ്റ്വീൻ സുന്ദർ നഴ്സി ആൻഡ് ഹുമയൂൺസ് ടോംബ് ഇൻ ദ നിസാമുദ്ദീൻ, Delhi. This museum promises to offer visitors unique insight into the life and times of the second Mughal emperor ഹുമയൂൺ. ഇതാണ് ന്യൂസായി വരാനുള്ള കാരണം. ഇനി ഹുമയൂണിൻ്റെ ടോംബ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1570 ഇത് പണിയുന്നതായിട്ട് കാണാൻ പറ്റുക. ഹുമയൂണിൻ്റെ ടോംബ് എന്താണ്? ഈസ് ദ ഫസ്റ്റ് മേജർ ഗാർഡൻ ടോംബ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ്. അതുപോലെ തന്നെ സെറ്റിംഗ് പ്രസിഡൻറ്റ് ഫോർ മുഗൾ ആർക്കിടെക്ചർ വിച്ച് ഈസ് കൾമിനേറ്റഡ് ഇൻ ദ താജ്മഹൽ. ഇറ്റ് ഈസ് കമ്മീഷൻഡ് ബൈ ഹിസ് ഫസ്റ്റ് വൈഫ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? എംപാസ് ബേഗ ബീഗം ഇൻ 1569 to 17 ആൻഡ് ദ ഡിസൈൻഡ് ബൈ പേർഷ്യൻ ആർക്കിടെക്ട്സ് ആണ്. അതുപോലെ തന്നെ പറയുന്നത് 16th century മുഗൾ ടോംബ്സ് ലൈക്ക് നിള ഗുംബാദ് ആൻഡ് ഇഷാ ഖാൻ നിയാസി ആൻഡ് അൽ അക്ബർ നോബിൾ ആണ്. ആൻഡ് ദ ടോംബ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചാർബേജ് ഗാർഡൻ ആൻഡ് ഹൈ ടെറസ്ഡ് പ്ലാറ്റ്ഫോം ആൻഡ് ദ മാർബിൾ ക്ലാഡ് ഡോം. അതുപോലെ തന്നെ മ്യൂസിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കാണാൻ പറ്റും എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ദ ടോംബ് ഈസ് സെൻട്രൽ അറൗണ്ട് ദ ഷ്രൈൻ ഓഫ് ദ 14th century Sufi saint ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഡ്യൂ ടു ദ ബിലീഫ് ദാറ്റ് ഫോർച്ചുനേറ്റ് ടു ദ ബറീഡ് നിയർ ദി
സെയിൻ ഗേവ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് വാസ് ഡിക്ലെയർഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 1993. 1993 എന്ത് ചെയ്തു? ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നിലവിൽ അതിൽ റീകൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആഗാ ഖാൻ ട്രസ്റ്റഡ് ഫോർ കൾച്ചറൽ മാനേജ് സൈറ്റ് എൻഷറിംഗ് ദ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ അണ്ടർ ദ വേരിയസ് ലെജിസ്ലേഷൻസ്. നെക്സ്റ്റ് വൺ ആണ് ഇത് പഞ്ചസാമലി ലിംഗയത് കോട്ട ഡിമാൻഡ്. എന്താണ്? റീസെൻ്റ്ലി the Panjasamali Lingayat, a subcaste within the Karnataka's dominant Lingayat community, have been demanding the inclusion in category 2A of the other backward classes. ഇതാണ് ന്യൂസായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇതാണ് കർണാടകയുടെ കോട്ട എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് കാറ്റഗറി 1 ബാക്ക്വേർഡ് ക്ലാസ്സസിന് എത്രയാണ്? 32 ഒ ബി സിയിൽ 4 എണ്ണം. അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് 2A 15 എണ്ണം. മുസ്ലിംസിന് കാറ്റഗറി ബിയിൽ 4 എണ്ണം. വൊക്കലേജ് കാറ്റഗറി 3A എന്താണ്? 4 എണ്ണം. ലിംഗയത്ത് കാറ്റഗറി 3B എന്താണ്? 5 എണ്ണം. ഇതാണ് കാണാൻ പറ്റുക. കൂടാതെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 15, ഷെഡ്യൂൾഡ് ട്രൈബിന് 3, എക്കോണമിക്കലി വീക്കർ സെഷൻസിന് 10. അങ്ങനെ ടോട്ടൽ എന്താണ്? 60 റിസർവേഷൻസ് ആണ് ഉള്ളതായിട്ട്. ടോട്ടൽ 60% റിസർവേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് 168th ബർത്ത് ആനിവേഴ്സറി ഓഫ് ബാൽ ഗംഗാധര തിലക്. എന്താണ്? ഓൺ 23rd July India commemorated the birth anniversary of Bal Gangadhar Tilak, honoring his legacy as the freedom fighter and educationalist ആണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. ഇദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോകമാന്യ തിലക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗാന്ധി ഇദ്ദേഹത്തെ വിളിക്കുന്നത് ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ള പേരിലാണ്. അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ള പദവിയിൽ നോക്കുമ്പോൾ ഒരു പോളിറ്റിക് ആൻഡ് ജേർണലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് 1884 ഫോർഗോൺ കോളേജിന് 1885 തുടക്കം കുറിച്ചു. ഇനി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്ഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദു ഡിവോട്ടാണ്. യൂസ്ഡ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ടു റൂൾസ് ദ പീപ്പിൾ ആണ്. അതുപോലെ തന്നെ 1890 INCയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. 1907 സൂറത്ത് സ്പ്ലിറ്റിൻ്റെ ഇതിലെന്ത് ചെയ്തു? വാണ്ടഡ് ബൈ എക്സ്ട്രീമിസ്റ്റ് പ്രൈഡ് ഓവർ ദ സൂറത്ത് സെഷൻ. അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്ലോഗനാണ് ഏത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് ആൻഡ് ലാൽ ബാൽ പാൽ ട്രിയോ. ഇതിൻ്റെ എന്താണ്? ആ എക്സ്ട്രീമിസ്റ്റിൽ ഒരാളായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ സ്വദേശി മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇന്ത്യൻ ഹോം റൂൾ മൂവ്മെൻറ്റ് ആനി ബസന്റിൻ്റെ കൂടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? 1916 ഏപ്രിൽ എന്ത് ചെയ്തു? ഓൾ ഇന്ത്യ ഹോം റൂൾ എന്ത് ചെയ്തു? ഫോം ചെയ്യുന്നുണ്ടായി കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് കേസരി മറാത്തി ലാംഗ്വേജിലും 2 മറാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ്. അതെ, അതുപോലെ തന്നെ എന്താണ്? ബുക്സ് ഏതാണ്? ഗീര രക്ഷ ഹിസ് ഓർഗൻ, അതുപോലെ തന്നെ ആർട്ടിക് ഹോം ഓഫ് ദ വേദാസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. നെക്സ്റ്റ് വൺ ആണ് വീനസ്. റീസെൻ്റ്ലി നാസ ഹാസ് ട്രാൻസ്മിറ്റഡ് ഹോളിവുഡ് സിംഗർ മിസ്സി ഇലിയറ്റ് സോങ് ദ റെയിൻ ഓഫ് ദ ഡീപ് സ്പേസ് നെറ്റ്വർക്കാണ്. ഓക്കെ, ഇനി നാസ ഫ്യൂച്ചർ മിഷൻ സ്റ്റഡി വീനസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിവിൻസി മിഷൻ വിച്ച് ഈസ് ഡീപ്പ് അട്രോമിക് വീനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബൽ ഗ്യാസസ് കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ് set to launched by year 2029 ആണ്. ആൻഡ് വെൻട്രാസ് ഈസ് ആൾസോ നോൺ ആസ് വീനസ് എമിഷറി റേഡിയോ സയൻസ് ഇൻസാർ ട്രോപ്പോളജി ആൻഡ് സ്ക്വറ്റോളി എക്സ്പെക്റ്റഡ് ലോഞ്ച്ഡ് ഇൻ 2031 ആണ്. ഇന്ത്യയുടെ മിഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ശുക്രയാനാണ്. ISRO ആണ് എന്ത് ചെയ്യുന്നത്? ശുക്രയാൻ 1 ലോഞ്ച് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. വീനസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എർത്ത് ട്വിൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. എർത്തിനേക്കാളും കുറച്ച് ചെറുതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ സെക്കൻഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ ആണ്. അതുപോലെ തന്നെ 6th ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ് സോളാർ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ വീനസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് വിച്ച് ഈസ് ബാക്ക്വേർഡ് കമ്പയർഡ് മോസ്റ്റ് ഓഫ് പ്ലാനറ്റ്സ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്? ഡേ ലോങ്ങർ ദാൻ ഇറ്റ്സ് ഇയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചൈന ടു റൈസ് റിട്ടയർമെൻറ്റ് ഏജ് ആണ് ഇത്. അടുത്ത ന്യൂസ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചൈന ഈസ് പ്ലാനിങ് ടു ഗ്രാജുവലി റൈസ് ഇറ്റ്സ് സ്റ്റാറ്റ്യൂട്ടറി റിട്ടയർമെൻറ്റ് ഏജ് വിച്ച് ഈസ് കറൻ്റ്ലി among the lowest globally as the facing pension budget deficit ആണ്. ഓക്കെ, അതായത് ചൈനയിൽ കറണ്ട് റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് മെന്നിന് 60 വയസ്സും അതുപോലെ തന്നെ വുമൻസിന് എന്താണ്? 55 വയസ്സും. ഫാക്ടറി വർക്കേഴ്സിനാണെങ്കിൽ 50 വയസ്സുമാണ് കാണാൻ പറ്റുക. ഇതിലാണ് വ്യത്യാസം വരുന്നത്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്തൊക്കെയാണ്? ദ ലൈഫ് എക്സ്പെക്റ്റൻസി ചൈന എന്ത് ചെയ്തു? 44 1960 ആണെങ്കിൽ 2021 അത് 78 വയസ്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. 2050 അത് 80 വയസ്സായിട്ട് കൂടുന്ന വിചാരിക്കുന്നത്. അതുപോലെ പോപ്പുലേഷൻ ഏജ് 60 എന്നുള്ള ഓർഡറാണ്. ഇപ്പം നിലവിൽ എന്താണ്? 280 മില്യൺ ഓവർ 400 to 2035 ആണ്. അതുപോലെ തന്നെ എന്താണ്? റേഷ്യോ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ടിങ് ഈച്ച് റിട്ടയർ ഡിക്രീസിങ് പ്രൊജക്റ്റഡ് ഡ്രോപ്പ്
5 to 1, 4 to 1 by 2030. ഫർദർ എന്താണ് 2 to 1 2015 ആണ്. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന എസ്റ്റിമേറ്റഡ് ഏകദേശം 2.40 lakh crore ബഡ്ജറ്റിൽ 2024-25 റെപ്രസെൻറ്റേഷൻ 0.7% ഓഫ് പ്രൊജക്റ്റ് ഓഫ് GDP ആയി മാറുന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടൽ പെൻഷൻ യോജന പോലുള്ള സ്കീമുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇത്തരം ശമ്പളം ഇല്ലാത്തവർക്ക്, പെൻഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ എന്ത് ചെയ്യാനുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ആഴ്ചത്തെ കറണ്ട് അഫെയറിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നോക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു.